ആം ആദ്മി പാർട്ടിയിൽ നിന്ന് അടപടലം ബി.ജെ.പിയിലേക്കുള്ള ഒഴുക്കാണ്. ഇതെന്താണ് സംഭവിക്കുന്നത്? ബി.ജെ.പിക്ക് ഇത്രയ്ക്ക് ആം ആദ്മി പാർട്ടിക്ക് അകത്തേക്ക് സ്വാധീനമുണ്ടായതാണോ? അതിൽ ഈ ആം ആദ്മി പാർട്ടിയുടെ ഉത്ഭവം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അണ്ണാ ഹസാരെ നടത്തിയ ഐതിഹാസികമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഗാന്ധിയൻ മോഡൽ സമരം ഉണ്ടായിരുന്നു. UPA 1ഉം 2ഉം സർക്കാരുകൾ കൊടിയ അഴിമതിയിലേക്കും സ്വജനപക്ഷപാതത്തിലേക്കും കുത്തി വീണ് കഴിഞ്ഞപ്പോൾ അതിനെതിരെ തനി ഗാന്ധിയനായിരുന്ന അണ്ണാ ഹസാരെ മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരാളാണ്. ആ ഗ്രാമത്തിലെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ആ ഗ്രാമത്തിൽ മദ്യവർജനം നടപ്പിലാക്കിയ ഒരാളാണ്. അദ്ദേഹത്തിന് ലഭിക്കുന്ന പെൻഷൻ, ആ പെൻഷൻ തുക ഗ്രാമവാസികൾക്ക് വിതരണം ചെയ്യുന്ന ആളാണ്. അങ്ങനെയൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ സമരം നടന്നത്. ആ സമരം നടന്നപ്പോൾ ആ സമരത്തിൽ പറ്റിക്കൂടിയവരിൽ പെട്ട ഒരാളാണ് അരവിന്ദ് കെജ്രിവാൾ. സിവിൽ സർവൻ്റ് ആയിരുന്നു. അതുപോലെ മറ്റേ ബേഡി ഉണ്ടായിരുന്നു, കിരൺ ബേദി ഉണ്ടായിരുന്നു. പിന്നെ യോഗേന്ദ്ര യാദവ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേയേറെ. യോഗേന്ദ്ര യാദവ് അന്ന് പ്രസിദ്ധനാണ് ഇവരെക്കാളൊക്കെ. കാരണം യോഗേന്ദ്ര യാദവിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു വെച്ചാൽ, ആദ്യഘട്ടത്തിൽ സെഫോളജി വളർന്നു വരുന്ന ഘട്ടത്തിൽ ഒരു സെഫോളജിസ്റ്റായിട്ട് ഇരുന്നു കൊണ്ട് തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തിയിട്ടുള്ളൊരാളാണ്. 80കളിലേക്ക് തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മളത് കണ്ടിട്ടുണ്ട്. അതിന് കഴിഞ്ഞ് വിശേഷിച്ചും പിന്നെ NDTV വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ NDTVയുടെ ഒരു വലിയ വക്താവായിട്ടൊക്കെ വന്നിരുന്ന ഇന്ത്യയിലും രാഷ്ട്രീയക്കാർക്കിടയിലേക്ക് വളരെയേറെ ആദരവും അംഗീകാരവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഇൻ്റലക്ച്വലായിരുന്നു യോഗേന്ദ്ര യാദവ്. അരവിന്ദ് കെജ്രിവാളാണ് അന്ന് ഏറ്റവും കുറവ് കേട്ടിരുന്ന ഒരാൾ. അപ്പോൾ ഇവരെല്ലാം ഇത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് തുടങ്ങിയതല്ല. പീപ്പിൾസ് മൂവ്മെൻ്റ് ആയിരുന്നു, പോപ്പുലർ മൂവ്മെൻ്റ് എന്ന് വെച്ചാൽ പേരിൽ അഴിമതിക്കെതിരെ പടപൊരുതുന്ന പ്രവർത്തിക്കുന്ന ഒരു സാമൂഹിക സംഘടന, സാമൂഹിക പ്രസ്ഥാനം ആയിട്ട് നിൽക്കണം എന്നതൊക്കെയാണ് തുടങ്ങിയത്. അതിന് ഈ അരവിന്ദ് കെജ്രിവാൾ ആദ്യം കഴുത്ത് അറുത്തത് ആരുടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണാ ഹസാരെയുടെയാണ്. അണ്ണാ ഹസാരയെ തീർത്തുകൊണ്ടാണ് അദ്ദേഹം ഇതിനെ ആം ആദ്മി പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി. ഈ അണ്ണാ ഹസാരെ ഉണ്ടാക്കിയെടുത്ത മുഴുവൻ ഹാലോയും അതിനു വേണ്ടി ഉപയോഗിച്ചിട്ട് പുള്ളി കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഡൽഹിയിൽ ആദ്യം മത്സരിക്കുകയും പിന്നീട് ഡൽഹിയിലെ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല സ്ഥലങ്ങളിലേക്കും പോവുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്തിനായിരുന്നു വെച്ചാൽ, ഇത് കുടുംബാധിപത്യത്തിനെതിരായിരുന്നു. അണ്ണാ ഹസാരെ കുടുംബാധിപത്യത്തിനെതിരാണ്. 2, അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും എതിരാണ്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഉദ്യോഗ തലത്തിലും സുതാര്യത വേണം എന്നാവശ്യപ്പെടുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ഈ രാഷ്ട്രീയ പ്രസ്ഥാനം തുടങ്ങുന്നത്. തുടങ്ങിക്കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്? തുടങ്ങിക്കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ കുടുംബാധിപത്യത്തിലേക്ക് താൻ പോയി കഴിഞ്ഞാൽ തൻ്റെ ഭാര്യ വരുമെന്ന് പറഞ്ഞു. കുടുംബാധിപത്യത്തിലേക്ക് പോയി. അതിൻ്റെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച്, ഇതുപോലെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് ഇത്ര ചെറിയ കാലം കൊണ്ട് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു ഗവൺമെൻറ്റും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഉണ്ടായിട്ടില്ല. സ്വജനപക്ഷപാതം അതിനകത്തേക്ക് കൊണ്ടുവന്നു. തനിക്കും തൻ്റെ ശിങ്കിടികൾക്കും വേണ്ടി മാത്രമായിട്ട് രാഷ്ട്രീയത്തിലെ പദവികൾ മുഴുവൻ സംവരണം ചെയ്ത് സൂക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് പേരകന്നുപോയി. ഭൂഷന്മാരുണ്ടായിരുന്നു, അവർ പോയി. യോഗേന്ദ്ര യാദവ് പോയി. ഇങ്ങനെ ഒരുപാട് പേര് അതിൽ നിന്ന് അകന്നകന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. അഥവാ അവരെയൊക്കെ അകറ്റിക്കൊണ്ട് ഈ സംഘടനയെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കി വെച്ചുകൊണ്ട് തനിക്ക് ഈ രാജ്യത്തിൻ്റെ നേതാവായിട്ടിരിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചു വന്ന ഒരാളാണ് അരവിന്ദ് കെജ്രിവാൾ. അയാൾ നമ്മൾ കാണുന്ന രീതിയിലുള്ളൊരു കക്ഷിയല്ല. അതിൻ്റെ പേരിലാണ് അദ്ദേഹം അഴിമതി നടത്തിയെന്നുള്ളത് വസ്തുതയാണ്. അതിലിപ്പോൾ കേസിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ ആ വിധിന്യായം വായിച്ചിട്ടില്ല. ആ വിധിന്യായം വായിച്ചാലേ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പറ്റും. ഞാനത് വായിച്ചിട്ടില്ല.
പക്ഷേ എന്തൊക്കെയായാലും ശരിയാണ്, അഴിമതിയിലേക്കൊരു ഗവൺമെൻറ് താഴ്ന്നു പോയി എന്നുള്ളതാണ് വസ്തുത. അങ്ങനെയാണ് ഇയാൾക്ക് അധികാരം നഷ്ടപ്പെടുന്നത്. അധികാരം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ആ ഇലക്ഷനിൽ ഗോവയിൽ ഇയാൾ മത്സരിക്കുന്നു, ഇവിടെ മത്സരിക്കുന്നു, പിന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെ കക്ഷിയായിട്ട് മാറുന്നു. തുടക്കം എന്തായിരുന്നു അറിയാമോ? കോൺഗ്രസ്സിൽ നടമാടിയിരിക്കുന്ന കുടുംബാധിപത്യത്തിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും വരികയും ഞങ്ങളുടേതൊരു കുടുംബാധിപത്യം ആയിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ കുടുംബാധിപത്യ അഴിമതിക്കാരുമായിട്ട് സഖ്യം ചേർന്ന് ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയപ്പോൾ ആ സഖ്യത്തിൽ ഇയാൾ വന്നതോടുകൂടി ഇയാൾക്ക് രാഷ്ട്രീയത്തിൽ സ്ഥിരതയില്ല എന്നും അഭിപ്രായ സ്ഥിരതയില്ല എന്ന് മാത്രമല്ല, രാഷ്ട്രീയ അധികാരം നേടുന്നതിന് വേണ്ടി എല്ലാ അഴിമതിക്കാരുമായിട്ടും ഒത്തുതീർപ്പുണ്ടാക്കുന്ന ഒരാളാണ് എന്നൊരു ഇമേജ് വന്നിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നൊരു ഇമേജ് ക്രമേണ പോയി അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവസാനം കുറേ കാലം ഇദ്ദേഹം പോയി അഴിമതി കേസിൽ ജയിലിലൊക്കെ കിടന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് പാർട്ടിയിൽ ഗ്രിപ്പില്ലാതെ വന്നു. പാർട്ടിയെ കൂടെ നിർത്താനും പാർട്ടിയെ നിയന്ത്രിച്ച് നിർത്താനും ഉള്ള ശക്തി ഇയാൾക്കില്ലാതെ വന്നു. അതിൻ്റെ ധാർമ്മിക ബലം ഇയാൾക്ക് നഷ്ടപ്പെട്ടു. അണ്ണാ ഹസേരെ പ്രസ്ഥാനത്തിനുണ്ടായിരുന്നത് ഈ ധാർമ്മിക ബലമായിരുന്നു. ആ ധാർമ്മിക ബലം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞപ്പോഴേക്കും സ്വാഭാവികമായും പിന്നെ ഇദ്ദേഹം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, എനിക്ക് പകരം എൻ്റെ ഭാര്യ, അത് പുള്ളി പറഞ്ഞു. അപ്പോൾ കുടുംബാധിപത്യത്തിന് എതിരെ നിന്നിട്ട് കുടുംബാധിപത്യത്തിലേക്ക് വന്ന്, അഴിമതിക്കെതിരെ നിന്നിട്ട് അഴിമതിയിലേക്ക് വന്ന്, വംശമഹിമ പോലെ തന്നെ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളെ വെച്ചുകൊണ്ട് രാഷ്ട്രീയം നടത്തി. സിസോദിയൊക്കെ ഉദാഹരണമാണ്. ആ ജെയിൻ, സിസോദിയ ഇവരൊക്കെ വരുന്ന ഒരു ചെറിയ സംഘത്തെ വെച്ചുകൊണ്ട് രാഷ്ട്രീയം നടത്തിക്കൊണ്ടിരുന്നു. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? അതിനെതിരെ റിവോൾട്ട് വരും. ആ റിവോൾട്ട് വന്നപ്പോഴാണ് അത് ആദ്യം ജനങ്ങളുടെ ഇടയിൽ നിന്ന് റിവോൾട്ട് ഉണ്ടായി. അങ്ങനെയാണ് ഡൽഹി തോറ്റത്. ഡൽഹി തോറ്റു കഴിഞ്ഞപ്പോഴേക്കും ആകെ ജയിച്ച് കിട്ടിയ ഒരു സ്ഥലം പഞ്ചാബായിരുന്നു. ആ പഞ്ചാബ് പുള്ളി അവിടെ പോയിട്ട് അത് സ്വതന്ത്ര രാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയും അത് അതിർത്തി സംസ്ഥാനമായതുകൊണ്ട് അത് വെച്ച് ബാക്കിയുള്ളവരോട് വില പേശുന്നതിന് വേണ്ടിയും പരിശ്രമിച്ചുകൊണ്ടിരുന്നു എന്നുള്ള വസ്തുത നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. പഞ്ചാബ് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും പഞ്ചാബ് വെച്ചിട്ട് എന്നാൽ പിന്നെ ഒരു കളി കളിക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ പോയിട്ട് പ്രസംഗിക്കുന്നു, അദ്ദേഹം തിരിച്ചു വരുന്നു, ഇത് ചെയ്യുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവസാനം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് കേൾക്കുന്നത് ഇവർ മുഴുവൻ പോയി. 7 പേര് പോയി. 10ൽ 7 പോയി കഴിഞ്ഞു. 7 രാജ്യസഭാ അംഗങ്ങൾ പോയി. 94 വരുന്ന ഇത് MLA-മാരിൽ 63 പോകുമെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആം ആദ്മി പാർട്ടി എന്ന പാർട്ടി ഇല്ലാതെയാകുന്ന വിധത്തിലേക്ക് എത്തി. ഇങ്ങനെ എത്തുന്നതിനെ ഇപ്പോൾ എല്ലാവരും പറയണ മറ്റുള്ളവർ ഇദ്ദേഹത്തിൻ്റെ പങ്ക് എന്ത് എന്നുള്ള കാര്യമാണ് വിശകലനം ചെയ്യേണ്ടത്. കാരണം താൻ ഒരു ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ളൊരു നേതാവാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുക. അതിന് ഏത് ഹീനമാർഗവും സ്വീകരിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ജഡ്ജ്മെൻറ്റ് തനിക്ക് എതിരാണ് എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ജഡ്ജിയെ കോടതിയിൽ പോയിട്ട് അധിക്ഷേപിക്കുക. അതെന്താ കാര്യമെന്നറിയാമോ? ഒരു വക്കീലും ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ കോടതിയിൽ പറയില്ല. കാരണം ഒരു അഭിഭാഷകൻ എന്ന് പറഞ്ഞാൽ ആൻ ഓഫീസർ ഓഫ് ദ കോർട്ടാണ്. ആസ് ആൻ ഓഫീസർ ഓഫ് ദ കോർട്ട് ഈ കെജ്രിവാൾ ആ ഹൈക്കോടതി ജഡ്ജിക്കെതിരെ പറഞ്ഞ ഒരു കാര്യവും ഒരു വക്കീൽ പറയില്ല. അപ്പോൾ ഈ ജഡ്ജിയെ നേരിട്ട് കണ്ട് കോടതിയിൽ അധിക്ഷേപിക്കുകയും അത് എടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്ത്, അപ്പോൾ പ്രചരിപ്പിച്ചത് തെറ്റാണ് എന്നുള്ള കാര്യം വന്നാൽ അത് പിൻവലിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് ലെവലിലേക്കും താഴ്ന്നു പോകാൻ ഒരു മടിയുമില്ലാത്ത, ഒരു നിലവാരവുമില്ലാത്ത, ഒരു തത്വബോധവുമില്ലാത്ത, ഒരു തത്വത്തിലും വിശ്വാസമില്ലാത്ത അതിഭീകരനായ ഒരു അവസരവാദി എന്ന നിലക്കാണ് കെജ്രിവാളിനെ ഇപ്പോൾ ജനം കാണുന്നത്. സ്വാഭാവികമായിട്ട് അയാൾ ഉപേക്ഷിച്ച ആളുകൾ പോകുന്നത് സ്വാഭാവികമാണ്. അവർ BJP-യിലേക്ക് വരുന്നു എന്നുള്ളത് കാര്യം. ഇത് BJP ആണ് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നൊരു പാർട്ടി എന്ന നിലക്കും ആ പാർട്ടിയിലാണ് ഇപ്പോൾ രാജ്യത്തോട് സ്നേഹമുള്ളവർക്കൊക്കെ നിൽക്കാൻ കഴിയുന്നൊരു പാർട്ടി BJP ആയതുകൊണ്ട് അവർ BJP-യിലേക്ക് വന്നതാണ്. അവരത് പറഞ്ഞിട്ടുണ്ടല്ലോ.
അങ്ങനെ വന്നതാണെന്നുള്ള കാര്യം. അപ്പോൾ ഇത് വരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇതാണ്. അതെ. ഇദ്ദേഹം സിവിൽ സർവീസ് ഉപേക്ഷിച്ചതല്ല, വളണ്ടറി റിട്ടയർമെൻ്റ് എടുത്താണ്. ഉപേക്ഷിച്ചതല്ല, പെൻഷൻ ഉറപ്പാക്കിയിട്ട് വളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് അതിനേക്കാൾ ലാഭകരമായിട്ടുള്ള കാര്യമാണ് ഇപ്പോഴും. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഡൽഹി പോലുള്ള ഒരു സ്ഥലത്ത് ഇപ്പോഴും അദ്ദേഹത്തിന് യാതൊരു പദവി ഇല്ലെങ്കിലും എന്താണ് ഇതിൻ്റെ നേതാവെന്ന നിലക്ക് ഗവൺമെൻറ്റിൽ സ്വാധീനം ചെലുത്തിയിട്ട് ഒരു ബംഗ്ലാവ് സംഘടിപ്പിച്ചിട്ട് അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ശീഷ് മഹൽ വലിയ കൊട്ടാര സദൃശമായിട്ടുള്ളൊരു വീട് നിർമ്മിച്ചു. അത് വീട് നിർമ്മിച്ചു. പക്ഷെ അത് പിന്നെ ഇത് അദ്ദേഹത്തിന് അതിനകത്ത് ജീവിക്കാൻ കഴിഞ്ഞില്ല. സർക്കാർ മന്ദിരമാണ്. സർക്കാർ മന്ദിരം സാർ, അതിന്റെ വീഡിയോ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടിരുന്നു. അതിഗംഭീരമായ അതെ. ആം ആദ്മിക്ക് ജീവിക്കാൻ അത്തരത്തിലുള്ളൊരു കൊട്ടാരം തന്നെ ജാക്കൂസി. അതെ, അത് ട്വിൻ ജാക്കൂസി ഒക്കെയാണ് ഇരിക്കുന്നത്. 2-3 പേർക്ക് കിടന്ന് കുളിക്കാൻ പറ്റുന്ന വലിയ ജാക്കൂസി, ഗംഭീരമായ മണിഹർമ്മ്യം എന്നൊക്കെ പറയില്ല, അത് രമ്യഹർമ്മ്യം. അതെ. അല്ല, അതാണ് ആം ആദ്മി. അതായത് ഇയാൾ എന്താണോ പറയുന്നത് ആ പറയുന്ന കാര്യവും ഇയാളും തമ്മിൽ നൂൽബന്ധമില്ല എന്നുള്ളതാണ് സത്യം. അതെ. ഒരു ബന്ധവുമില്ല. അയാൾ ഒന്ന് പറയുകയും അതിന് കടകവിരുദ്ധമായിട്ട് പെരുമാറുകയും ചെയ്യുന്ന ആളാണ്. അഴിമതിക്കെതിരെ പറഞ്ഞ് അഴിമതി ചെയ്തു, സ്വജനപക്ഷപാതത്തിനെതിരെ പറഞ്ഞ് സ്വജനപക്ഷപാതം ചെയ്തു, അതാര്യമായ ജീവിതത്തിനെതിരെ പറഞ്ഞ് പുള്ളി സുതാര്യത കൊണ്ടുവന്നില്ല, അതാര്യതയിൽ അഭയം തേടി. ശിങ്കിടികളെ വെച്ച് രാഷ്ട്രീയം നടത്തരുത് എന്ന് പറഞ്ഞ് പുള്ളി ശിങ്കിടികളെ വെച്ച് രാഷ്ട്രീയം നടത്തി. കുടുംബാധിപത്യം വേണ്ട എന്ന് പറഞ്ഞ് പുള്ളി കുടുംബാധിപത്യത്തിലേക്ക് പോയി. ഗുണ്ടാരാജ് പറ്റില്ല എന്ന് പറഞ്ഞ് പുള്ളി ഗുണ്ടാരാജ് ചെയ്ത്. ഇങ്ങനെ എന്ത് പറയുന്നുവോ അതിന് എതിരെ പ്രവർത്തിക്കുന്ന തീർത്തും അവസരവാദിയായ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന ഇമേജാണ് കെജ്രിവാളിന് ഇപ്പോഴുള്ളത്. സർ, ഈ ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞൊരു കാര്യം, പഞ്ചാബിനെ ലഹരി മുക്തമാക്കും. ഡ്രഗ്സിൻ്റെ കയ്യിലാണ് പഞ്ചാബ്, അതിൽ നിന്ന് പഞ്ചാബിലെ യുവാക്കളെ മോചിപ്പിക്കുമെന്ന്. എന്നിട്ട് ആം ആദ്മി പാർട്ടി ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ നർക്കോട്ടിക് സപ്ലയേഴ്സും ഗ്യാങ്സ്റ്റേഴ്സുമായിട്ട് കൂട്ടുകൂടുക. അല്ല, ഞാൻ ചോദിക്കട്ടെ, അണ്ണാ ഹസാരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളിൽ ഒന്നായിരുന്നു ലഹരിക്കെതിരെയുള്ള സമരം. ഇവിടെ എന്താ ചെയ്തത്? കള്ള് കച്ചവടക്കാരുമായിട്ട് അവിഹിത ബന്ധമുണ്ടാക്കി കാശ് വാങ്ങിച്ച്. അതാണ് ഇയാൾ എന്താണോ പറയുന്നത് അതിന് വിരുദ്ധമായ കാര്യം ചെയ്യുന്ന ഒരു കുറുക്കൻ്റെ സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് ഇയാൾ നിലനിൽക്കുന്നത്. അയാളെ ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റില്ല. അയാൾക്ക് നഷ്ടപ്പെട്ടത് അയാളുടെ പേഴ്സണൽ ക്രെഡിബിലിറ്റിയാണ്. ആ പേഴ്സണൽ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഇനിയും അധികം പേരും ഇയാളെ ഉപേക്ഷിച്ച് പോകും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഇപ്പം പോയിരിക്കുന്ന വേറൊരു എം പി ഉണ്ടല്ലോ, വനിതാ എം പി, ഇത് ഇയാൾക്ക് വേണ്ടിയിട്ട് നിലകൊണ്ടിരുന്നൊരു സ്ത്രീയല്ലേ. നിങ്ങൾ ആരെ വേണമെങ്കിലും എടുത്തു നോക്കൂ. പക്ഷേ ഇയാൾ അതിനെതിരെ ചെയ്യാനായിട്ട് ഒന്ന് പറയുകയും അതിന് വിരുദ്ധമായി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാൻ ഒരു മടിയുമില്ലാത്തൊരു നേതാവാണ്. അടുത്തറിയുമ്പോൾ ആളുകൾ വിശ്വസിക്കില്ലേ? ഇയാളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ പെരുവഴിയിലാകുമെന്ന് ബോധ്യമാകില്ലേ? ഇയാൾ നയിക്കുന്ന ഈ പ്രസ്ഥാനം ഒരു റോങ് പാർട്ടിയാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഐ എം എ റൈറ്റ് മാൻ ഇൻ ദ റോങ് പാർട്ടി, ഹെൻസ് ഐ ലെഫ്റ്റ് ദ പാർട്ടി എന്ന് അയാൾക്ക് പറയേണ്ടി വന്നത്. അങ്ങനെ പറയേണ്ട ഒരാൾക്ക് വരുന്നതിൻ്റെ അവസ്ഥയില്ലേ? അത് ആം ആദ്മി പാർട്ടി എന്ന നിലയ്ക്കൊരു ഓൾട്ടർനേറ്റീവാണ് കൊണ്ടുവന്നത്. നിലവിലുള്ള രാഷ്ട്രീയത്തിന് ഒരു ഓൾട്ടർനേറ്റീവായിട്ട് കൊണ്ടുവന്നതാണ്. കേരളത്തിലും കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പം എന്താ പറയണതെന്നറിയില്ല. ആം ആദ്മി പാർട്ടി വന്ന സമയത്ത് ആം ആദ്മി പാർട്ടിയിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും ചെയ്തവരൊക്കെ ഉണ്ട്. 40,000-40,000 വോട്ട് വരെയൊക്കെ അവർക്ക് കിട്ടുകയും ചെയ്തു. അവരൊക്കെ ഈ അവസ്ഥയെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം നമുക്കറിയില്ല. സാറാ ജോസഫ് ഉണ്ടായിരുന്നു, പിന്നെ CR നീലകണ്ഠൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ MN കാരശ്ശേരി ഉണ്ടായിരുന്നു. ഇവരൊക്കെ സെക്കുലറിസ്റ്റുകളുമാണല്ലോ. അപ്പോൾ അതൊക്കെ എങ്ങനെ വന്നു എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്തായാലും അവരുമൊക്കെ ഈ കാര്യത്തിൽ പ്രതികരിക്കട്ടെ, അതും നമുക്ക് കേൾക്കാം.